അതിലെന്ത് അഴിമതി എന്നുള്ള ഇൻ്റർ സ്റ്റേറ്റ് വാട്ടർ ഒക്കെയാണല്ലോ. അതിലെന്ത് അഴിമതി ചെയ്യാൻ സാധിക്കും? സമ്മർദ്ദം എങ്ങനെ നടത്താൻ പറ്റും? ഇല്ല, അത് അസംബ്ലിയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തല്ലോ. അന്നെന്താ ആരും ഉന്നയിച്ചില്ല? അത് ഓഡിയോ റിപ്പയർ അങ്ങനെ ഞാനാണ് പറഞ്ഞതെന്നുള്ളതിന് AI ഉള്ള കാലമാണല്ലോ. ഇപ്പം മറ്റേ ട്രംപും മോഡിയും കൂടി ഉള്ളത് സംഭാഷണം കേൾക്കണില്ലേ? അയാൾക്കുള്ള ചില അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എല്ലാം നമുക്ക് സംരക്ഷിച്ചു കൊടുക്കാൻ സാധിക്കില്ലല്ലോ. അതൊക്കെ ആയിരിക്കും അതിൻ്റെ പിന്നീട് പോകും. അതല്ലേ ലക്ഷ്യമുണ്ടല്ലോ. മാത്യു ടിയെ ഒന്ന് മോശമാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമല്ലേ, അല്ലാണ്ട് വേറെന്താ ഉള്ളത്? ഞങ്ങളതിനെ കുറിച്ച് നിയമ നടപടി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നീക്കം തുടങ്ങും. ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നാളെയല്ലേ ഞാൻ വക്കീലായിട്ട് സംസാരിച്ചിട്ട് വേണ്ടേ ലീഗൽ അഡ്വൈസ് നോക്കിയിട്ടല്ലേ ശരിയാക്കാൻ പറ്റും. ഇതെന്താ ഇത് ഞാൻ പറയേണ്ടത്? അസംബ്ലിയിൽ ഇതിനെക്കുറിച്ച് വിശദമായ ചർച്ച ചെയ്തു. ഇതിനെക്കുറിച്ചിട്ട് എന്താണെന്ന് പരിശോധിക്കട്ടെ. അങ്ങനെ തള്ളിക്കളയുകയും ചെയ്തു. സ്വാഭാവിക ഇലക്ഷന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വാർത്തയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് PA ഉള്ളത് കൊണ്ട് എത്ര വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പറയാലോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ആരുടെ സൗണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. എത്ര ഭംഗിയായിട്ട് ഉണ്ടാക്കുന്നത്. അതുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള അവസരമുണ്ടല്ലോ. ഞാൻ പറയില്ലേ? അത് പരിശോധിക്കണം. ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇല്ല, IIT നോക്കിയിട്ടുണ്ടല്ലോ. അത് മഴയുടെ കാരണം കൊണ്ടാണ് വന്നിട്ട് എന്നുള്ളത് IITയുടെ റിപ്പോർട്ടുണ്ടല്ലോ. ഇനി അതിൽ മീതെ ആരാ റിപ്പോർട്ട് ചെയ്യണം? ഇല്ല, പ്രതിപക്ഷ ആരോപണം ഉന്നയിച്ചില്ല. മനുഷ്യൻ അതിനെന്നാ അസംബ്ലിയിൽ ഇത് ചർച്ച ചെയ്യണ്ടേ? അസംബ്ലിയിൽ നിങ്ങൾ റെക്കോർഡ് നോക്കി. മാത്യു കുഴൽനാടൻ ഉണ്ടല്ലോ അസംബ്ലിയിൽ. അയാൾ എന്താ അതിനെക്കുറിച്ച് എന്നാ പറഞ്ഞില്ല? അത് IIT റിപ്പോർട്ട് വന്നിട്ടുണ്ട്. വളരെ കാലവർഷക്കെടുതി കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് വളരെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വെച്ചു. IIT വളരെ ക്ലിയറായി റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്തായാലും കുറ്റക്കാരെ പറയണം? ആരെ കുറ്റപ്പെടുത്താൻ പറ്റും?